എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ SSLC മെയിൻ എക്സാമിൻ്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. യു ഹാവ് ആണ് നിൽക്കണേ അല്ലെ, അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? നെഗറ്റീവ് ആയിട്ട് വരും. ഹാവിൻറ്റ് യു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ. ചേഞ്ച് ടു പാസീവ് വോയിസ്. എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് ആക്കുക? ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽഡ് ഹിയർ ബൈ ദം. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? വായിച്ചു നോക്കുക, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്? ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വെയർ ദെയർ കോട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ്, ദേ ആർ ക്ലീൻ. ആൻസർ എന്താ വരിക? You needn't wash those glasses, they are clean. Next question, which part of the sentence has an error? ഏതിലാണ് എറർ ഉള്ളത്? ഹാസ് ടുക്ക് എന്ന് പറയില്ല അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one word for the state of being unmarried. ആൻസർ ബി, celibacy. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ്. ആൻസർ സി ആണ്, ടു മേക്ക് സംതിങ് പബ്ലിക്. ദ സിനോണിം ഓഫ് ദ വേർഡ് ബെയ്റ്റ്. ആൻസർ എ, അല്ലൂർ. ബെയ്ത്തിന്റെ സിനോണിം എന്ന് പറഞ്ഞ അർത്ഥമാണ്. ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. എങ്ങനെയാണ് കോമ്പൗണ്ട് വേർഡ് പറയാ? റെയിലും റോഡും കൂടി റെയിൽ റോഡ് അല്ലെ, അത് ഒരു കോമ്പൗണ്ട് വേർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിന്റെ ആണ്. തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? ആൻസർ എ, തദ്വത് തദ്ധിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ വാക്യഭാഗം ഏത്? ആൻസർ സി, 1000 തേങ്ങകൾ. 1000 തേങ്ങ എന്നേ പറയുള്ളൂ. 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്ത നമ്പർ പറയുകയാണ് വെച്ചെങ്കിൽ പിന്നെ തേങ്ങകൾ എന്ന് വേണ്ട, തേങ്ങ എന്ന് മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ. പഠിക്കാൻ ആഗ്രഹമുള്ളവൻ പിപടിഷു. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. അറിയാൻ ആഗ്രഹമുള്ളവൻ ജിജ്ഞാസു. ആളി എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത്? ആളി. ആളി എന്ന് പറഞ്ഞ എന്താണ്? ആളി എന്ന് പറഞ്ഞ അതല്ലാത്തത് ഏതാണ്? ആളി എന്ന പദത്തിന് അർത്ഥമല്ലാത്തത് അളിയാണ്, വണ്ട് കേട്ടോ. അപ്പൊ ആളി തോഴി എന്നുള്ളതാണ്. ആളി, തോഴി, ചേടി, സഖി എന്നുള്ളതൊക്കെ ഇതിന്റെ അർത്ഥമാണ്. പക്ഷെ വണ്ട് എന്നുള്ളത് അളിയാണ് കേട്ടോ, ആളിയല്ല. മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപമേത്? മേയനാമം എന്ന് പറഞ്ഞ എന്താണ്? നിലാവ് അല്ലെ, ആണോ പെണ്ണോ എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളതാണ് മേയനാമം അല്ലെ. ഒരു ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദമേത്? ആൻസർ സി, നിമീലനം. ശരിയായ രൂപമേത്? ധാർഷ്ട്യക്കാരൻ
എങ്ങനെയാണ് ശരിക്കും എഴുതുക? എ ആണ് അല്ലെ, ധാർഷ്ട്യക്കാരൻ. ഇവിടം പിരിച്ചെഴുതുക. ഇവിടം എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചെഴുതുക? ഇ പ്ലസ് ഇടം, ഇവിടം. ഉത്സവം തുടങ്ങി, ഇനി ബഹളത്തിന്റെ പൊടിപൂരം ആയിരിക്കും. ഇത് ഏതു വാക്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മഹാവാക്യമാണ് അല്ലെ. നെക്സ്റ്റ്, വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം ഏത്? ആൻസർ ബി ആണ്, അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ എത്തിക്കാനുള്ള എനിക്കുള്ള പ്രേരണ. അപ്പോൾ അത് മറക്കാതിരിക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക്